ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോ, ടാൻജൻറ്റ് ലോ ഇൻ മാഗ്നറ്റിസം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞത് എർത്തിൻ്റെ ഫീൽഡ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ എർത്തിൻ്റെ മാഗ്നറ്റിക് എലമെൻറ്റ്സ് പറഞ്ഞു, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ദെൻ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, ദെൻ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എല്ലാം പറഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി രണ്ട് ഇൻസ്ട്രുമെൻറ്റുകൾ കൂടെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഒന്ന് ടാൻജൻറ്റ് ഗാൽവനോമീറ്ററും അതിനൊപ്പം ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും. ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റുകളും ബേസ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ലോ ആണ് ടാൻജൻറ്റ് ലോ. ആക്ച്വലി ഡയറക്റ്റ്ലി നമ്മുടെ NCERT ബുക്കിൽ ഇത് സിലബസിൽ പറയുന്നില്ല, പക്ഷേ പ്രോബ്ലംസ് വരാം ഈ ലോ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ ലോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്, നോക്കിക്കോളൂ. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. അപ്പോൾ ആദ്യമേ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഡയറക്ഷൻ മാർക്ക് ചെയ്തു, ബി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ബി. ഇതൊരു നോൺ ഫീൽഡാണ്. ഈ വാല്യൂ നമുക്കറിയാം, നോൺ ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡിലോട്ട് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ബാർ മാഗ്നറ്റിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ബാർ മാഗ്നറ്റ് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ അയാൾ സ്റ്റേബിൾ എക്വിലിബ്രിയത്തിൽ അങ്ങനെ സ്റ്റേഷനറി ആയിട്ടിരിക്കും. അതായത് അയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും ഈ ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡാണ്, ആ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഡിസ്റ്റർബ് ചെയ്താൽ അത് ഓസിലേറ്റ് ചെയ്യും കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ യു സെറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി, ദെൻ യു പ്ലേസ് എ ബാർ മാഗ്നറ്റ് ഇൻ ദ സെയിം ഡിറക്ഷൻ ഓഫ് ദാറ്റ് എക്സ്റ്റേണൽ ഫീൽഡ് സോ ദാറ്റ് ദ മാഗ്നറ്റ് വിൽ റിമെയിൻ ഇൻ ദാറ്റ് പൊസിഷൻ കാൾഡ് സ്റ്റേബിൾ എക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? രണ്ട് ഫീൽഡുകൾ, ഇത് ബി, ഇങ്ങോട്ട് ബി ഡാഷ്. ഓക്കെ, രണ്ട് ഫീൽഡുകൾ. രണ്ട് ഫീൽഡ് ഒരേ സമയം അപ്ലൈ ചെയ്തു. ആരുടെ മുകളിലാണ് അപ്ലൈ ചെയ്തത്? ഒരു ബാർ മാഗ്നറ്റിൻ്റെ മുകളിൽ. അപ്പോൾ ബാർ മാഗ്നറ്റ് ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് വിചാരിച്ചോ. അയാൾ ബിയുടെ ഡയറക്ഷനിൽ നിൽക്കുമോ അതോ ബി ഡാഷിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുമോ? രണ്ട് ഫീൽഡുകൾ പെർപെൻഡിക്കുലറായിട്ട് ഒരേ സമയം നമ്മൾ മാഗ്നറ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു. എന്ത് സംഭവിക്കും? നമ്മുടെ മാഗ്നറ്റിൻ്റെ പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ദ ബാർ മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കും. അതായത് നിങ്ങൾ ഈ ബിയും ബി ഡാഷും കൂടെ ചേർത്ത് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ രണ്ടും കൂടെ ചേർന്നുള്ള റിസൾട്ടൻ്റ് എന്താണോ നമുക്ക് അതിനെ നെറ്റ് ഫീൽഡ് എന്ന് വിളിക്കാം. നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വന്ന് നിൽക്കും ബാർ മാഗ്നറ്റ്. സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉള്ള ഫീൽഡുമായി നമ്മുടെ മാഗ്നറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് തീറ്റ എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ടേക്ക് എ മാഗ്നറ്റ് and then you place that magnet in a non-field. So the length of the magnet is initially parallel to that magnetic field. Then you apply a perpendicular field. So the magnet changes its orientation. It will align along the direction of net field. See this one? So net field B net is equal to we can write like this: B plus B dash, vectorially B plus B dash, or B net is equal to its magnitude root of B square plus B dash square. Okay, here tan theta is equal to we can write tan theta is equal to opposite side by adjacent side. So we will get B dash divided by B. So B dash is equal to B tan theta. This is tangent law. B dash is equal to B tan theta. ഇതിൽ ബി ഡാഷ് ആരാ? ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത നോൺ ഫീൽഡാണ് ബി. നോൺ KNOW, നോൺ ഫീൽഡ്. ദിസ് ഈസ് അൺനോൺ ഫീൽഡ്. ബി ഡാഷ് ഈസ് അൺനോൺ ഫീൽഡ്. ബി ഈസ് ദ നോൺ ഫീൽഡ്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോൺ ഫീൽഡ് ആൻഡ് നെറ്റ് ഫീൽഡ്. ക്ലിയർ ആയോ? ഇവിടെ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അൺനോൺ ഫീൽഡ് ആൻഡ് നോൺ ഫീൽഡ്? ഇറ്റ് മസ്റ്റ് ബി 90 ഡിഗ്രി. അൺനോൺ ഫീൽഡും നോൺ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എന്ത് വരണം? 90 ഡിഗ്രി വരണം. തീറ്റ എന്ന് പറയുന്നത് നെറ്റ് ഫീൽഡും നോൺ ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകളുണ്ട്, എക്സ്റ്റേണലി രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം. സേ ദിസ് വൺ. അപ്പം അങ്ങനെയാണെങ്കിൽ ബി ഡാഷ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. ബി ഡാഷ് ഈസ് ഈക്വൽ ടു
B tan theta. Okay, this is called tangent line magnetism. ഇനി ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ലോ ഉപയോഗിച്ചുകൊണ്ട് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിലോട്ട്. ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ഇതാണ് അറേഞ്ച്മെൻറ്റ്. നോക്കൂ, അതിന് 2 ടെർമിനൽസ് ഉണ്ട്. ടെർമിനൽ നമ്പർ 1, ടെർമിനൽ നമ്പർ 2. ഇനി വേറെയും നമുക്കിവിടെ അറേഞ്ച്മെൻറ്റുകളുണ്ട്. 2 ടെർമിനൽസ്. പക്ഷേ ഒരെണ്ണം പോസിറ്റീവ് ആണെന്നും ഒരെണ്ണം നെഗറ്റീവ് ആണെന്നും വിചാരിച്ചു. അപ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇതിനകത്ത് ആരുണ്ട്? അത് കോയിൽസ് ആണ്, മെറ്റാലിക് കോയിൽ. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇതാണ് മെറ്റാലിക് കോയിൽ. ഇതിനകത്ത് നമ്മൾ കോപ്പറോ അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് മെറ്റൽ കൊണ്ടുള്ള കോയിൽ. ദെൻ അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതാ ഒരു മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലെയിൻ ഹൊറിസോണ്ടലാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, മാഗ്നറ്റിക് നീഡിലുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യമേ ഈ കോമ്പസ് ബോക്സിനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തു. അതിനുശേഷം എൻറ്റയർ സെറ്റപ്പിനെ നിങ്ങൾ എങ്ങനെ വെക്കണം? മാഗ്നറ്റിക് മെറിഡിയനിൽ വെക്കണം. മാഗ്നറ്റിക് മെറിഡിയനിൽ വെക്കുമ്പോൾ ഇതിനകത്തൊരു മാഗ്നറ്റിക് നീഡിലുണ്ട്. മാഗ്നറ്റിക് നീഡിൽ. ഈ ലോങ് വൺ അലുമിനിയം പോയിൻ്ററാണ്. അതല്ല, അലുമിനിയം പോയിൻ്റർ അല്ലാതെ അതിനകത്തൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ആ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ വന്ന് നിൽക്കും? എങ്ങനെ വെക്കണം? എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി അവിടെയുള്ള ഫീൽഡ് ആരാണ്? BH ആണ് ഇവിടെ നോൺ ഫീൽഡ്. BH എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എർത്തിൻ്റെ ഫീൽഡിൽ നമ്മൾ കോമ്പസ് ബോക്സിനെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എർത്തിൻ്റെ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ നിൽക്കുന്നു. എർത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഫീൽഡേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം കോമ്പസ് ബോക്സ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടാണ്. അതുപോലെ അതിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിന് ഏത് രീതിയിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമേ പറ്റൂ. ദെൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ബാറ്ററി കൊണ്ടുവന്നു. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടേക്കും നെഗറ്റീവ് ടെർമിനൽ ഞാനിതാ ഇവിടേക്കും കൊടുത്തു. അതായത് ഇതാണ് അറേഞ്ച്മെൻ്റ് എങ്കിൽ ഒരു ടെർമിനലിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനലും മറ്റതിലേക്ക് നമ്മൾ നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവും കൊടുത്തു. അങ്ങനെ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് ഏതിലൂടെ പാസ് ചെയ്യുന്നു? ഇതാ ഈ സർക്കുലാർ കോയിലൂടെ പാസ് ചെയ്യുന്നു. അതായത് ഈ സർക്കുലാർ കോയിലൂടെ പാസ് ചെയ്യുന്നു. ആ സർക്കുലാർ കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സർക്കുലാർ കോയിൽ ആരായിട്ട് മാറും? കമോൺ, മാഗ്നറ്റായിട്ട് മാറും ആണല്ലോ. എന്നിട്ട് അയാൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എവിടേക്ക്? ഓൾറെഡി നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് ചൂസ് ചെയ്തു. എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ സർക്കുലാർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് മാത്രമല്ലേ വരൂ? ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, ഡിപ്പെൻഡിങ് ഓൺ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞത്? ഓൾറെഡി ഉണ്ടായിരുന്ന എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് എവിടേക്കാണോ അതിന് പെർപെൻഡിക്കുലറായിട്ട് വേണം കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് അങ്ങോട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൊറിസോണ്ടൽ ഫീൽഡ് ഇങ്ങോട്ടുണ്ട് എർത്തിൻ്റെ. കോയിലിലൂടെ കറണ്ട് കടത്തിവിട്ടപ്പോൾ മാത്രം അയാളിതാ ഇങ്ങോട്ട് ഫീൽഡ് ഉണ്ടാക്കി. അപ്പോൾ നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ഫീൽഡും കൂടെ ചേർത്ത് നിങ്ങൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഡയഗണൽ വരച്ചാലല്ലേ റിസൾട്ടൻ്റ് കിട്ടുക. അപ്പോൾ എന്ത് സംഭവിച്ചു അറിയോ? ഈ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും ഒന്ന് ടിൽട്ടാവും. അത് മെഷർ ചെയ്യാൻ നമുക്ക് അതിനകത്തുണ്ടോ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ആംഗിൾ അതിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ B' ഇസ് ഈക്വൽ നമുക്കറിയാം BH ഇപ്പോൾ പഠിപ്പിച്ചേ ഉള്ളൂ tan theta. Here B' is the field produced by the circular coil. Field produced by the circular coil at the center while current is flowing through the coil. Say unknown field. Here BH is the field in that region. Means എർത്തിൻ്റെ ഫീൽഡ് അവിടെ ഓൾറെഡി ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ BH എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ടാൻ തീറ്റയിലെ തീറ്റ ആരാ? ഇതിലൂടെ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഓൾറെഡി എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിന്നിരുന്ന മാഗ്നറ്റിക് നീഡിൽ ഒന്ന് എന്ത് ചെയ്തു? ടിൽട്ടായി. ആ ടിൽട്ടായ ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ B' പകരം നമുക്ക് എന്താ എഴുതാം? നിങ്ങൾ പറയൂ. B' ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സർക്കുലാർ കോയിൽ അറ്റ് ദ സെൻറ്റർ. എന്താ പഠിച്ചുള്ളത് നമ്മൾ? ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സർക്കുലാർ കോയിൽ അറ്റ് ദ സെൻറ്റർ μ0 Ni ഡിവൈഡർ ബൈ 2R അല്ലേ നമ്മുടെ ഇക്വേഷൻ? μ0 Ni ബൈ 2R. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് കേട്ടോ. കാരണം ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ടേണുകൾ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും.
1 അല്ല, 2 അല്ല, 3 അല്ല, n നമ്പർ ഓഫ് ടേൺസ്. അതുകൊണ്ടാണ് n. I എന്ന് പറയുമ്പോൾ നിങ്ങൾ കടത്തിവിട്ട കറണ്ടാണ്. അതായത് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട കറണ്ടെന്നോ അല്ലെങ്കിൽ കടത്തിവിട്ട കറണ്ടെന്നോ പറയാം. ബൈ 2R. R എന്ന് പറയുമ്പോൾ കോയിലിൻ്റെ റേഡിയസ് ആണ്. R ഈസ് ദ റേഡിയസ് ഓഫ് ദി കോയിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു BH tan theta. അപ്പോൾ നമുക്ക് I ഈക്വൽ എന്ന് എഴുതാം. I ഈസ് ഈക്വൽ ടു 2R BH ബൈ μ0 n ഇൻറ്റു tan theta. or I is equal to നമ്മൾ എഴുതും BH by G into tan theta. or I equal to usually നമ്മൾ K tan theta എന്ന് എഴുതാറുണ്ട്. I is equal to K tan theta. I equal to a constant into tan theta. That is the current I directly proportional to tan theta. Current directly proportional to theta or tan theta. സ്മോൾ ആംഗിൾ ആണെങ്കിൽ I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ തീറ്റ എന്ന് എഴുതാം. പക്ഷേ കറക്റ്റ് റിലേഷൻ ഇതാണ്, I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടാൻ തീറ്റ എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന, അതായത് കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന ഈ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ കൂടുതലായി ഡിഫ്ലക്ട് ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ എവിടെ നിന്ന് കടത്തിവിട്ട കറണ്ട് കൂടുതലാണെന്നല്ലേ മീനിങ്. മോർ കറണ്ട് മീൻസ് മോർ ഡിഫ്ലക്ഷൻ. സോ വാട്ട് ഈസ് ടാൻജന്റ് ഗാൽവനോമീറ്റർ? Tangent galvanometer is a magnetic arrangement used to measure feeble direct current DC. ചെറിയ കറണ്ടുകൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. ഉപയോഗിച്ചിരിക്കുന്നത് ടാൻജൻറ്റ് ലോ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. എന്താ? B dash is equal to BH tan theta. Here B dash is the field produced by the circular coil while current is allowed to pass through the coil. BH is the field already there, means horizontal component of Earth's field. Theta is the angle between net field and that horizontal component. അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനും ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ദെൻ നോ വാട്ട് ഈസ് കെ? നിങ്ങൾ പറ വാട്ട് ഈസ് കെ? കെനെ നമ്മൾ വിളിക്കുന്ന പേര് റിഡക്ഷൻ ഫാക്ടർ എന്നാണ് പറയുക. മാത്തമാറ്റിക്സ് അല്ല, അതിൻ്റെ നെയിം ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് റിഡക്ഷൻ ഫാക്ടർ. എന്താണ് റിഡക്ഷൻ ഫാക്ടർ? സിമ്പിളായിട്ട് പറയാം. When theta is 45, I is equal to K. അല്ലേ? tan 45 1, അപ്പോൾ I is equal to K. അപ്പോൾ what is reduction factor? Reduction factor is the current. Reduction factor is the, come on, current required to produce a deflection of 45 degree. Required to produce a deflection of 45 degree. ആ മാഗ്നറ്റിക് നീഡിലിനെ 45 ഡിഗ്രി ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും 45 ഡിഗ്രി റിവോൾവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കടത്തിവിടേണ്ടി വരുന്ന കറണ്ടിൻ്റെ പേരാണ് റിഡക്ഷൻ ഫാക്ടർ. ഇപ്പോൾ റിഡക്ഷൻ ഫാക്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ടാൻ തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ലാത്ത കാരണം യൂണിറ്റ് ഓഫ് റിഡക്ഷൻ ഫാക്ടർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് കറണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, വാട്ട് ഈസ് റിഡക്ഷൻ ഫാക്ടർ? റിഡക്ഷൻ ഫാക്ടർ ഈസ് എ കറണ്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്ഷൻ ഓഫ് 45 ഡിഗ്രി ഇൻ ടാൻജന്റ് ഗാൽവനോമീറ്റർ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻവോൾവ് ഇൻ ടാൻജന്റ് ഗാൽവനോമീറ്റർ? ടാൻജന്റ് ലോ. മോർ കറണ്ട് പോയാൽ മോർ ഡിഫ്ലക്ഷൻ. മാഗ്നറ്റിക് നീഡിൽ കൂടുതലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ്ലി ആസ്ക്ഡ് JEE പേപ്പർ നോക്കിയാൽ അതിനകത്തൊരു ക്വസ്റ്റ്യൻ കാണാം. 2 ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. നോ ഇഷ്യൂ. സീരീസ് ആയി കണക്ട് ചെയ്താൽ 2 കോയിലൂടെയും പോകുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കമ്പയർ ചെയ്യാം. ചിലപ്പോൾ പറയും ടാൻജൻറ്റ് ഗാൽവനോമീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. നോ ഇഷ്യൂ. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിലും എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ I1 R1 = I2 R2 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ബേസിക്കലി ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ടു മെഷർ ഫീബിൾ കറണ്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്തത് ഫീബിൾ കറണ്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാ ഒരു ബാർ മാഗ്നറ്റ് ഇരിക്കുന്നത് കണ്ടോ? ആ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ പോൾ സ്ട്രെങ്ത് കാണാനാണ് യൂഷ്വലി നമ്മൾ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു സ്മോൾ മാഗ്നറ്റ്, ഇതൊരു വുഡൻ ബോർഡാണ്, ഒരു വുഡൻ ബോർഡ്. ആ വുഡൻ ബോർഡിൻ്റെ സെൻട്രലായിട്ടൊരു കോമ്പസ് ബോക്സ് ഉണ്ട്. ഹൊറിസോണ്ടലി തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടലിയാണ് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു ബോർഡ്, അതിൻ്റെ സെൻട്രലായിട്ടൊരു കോമ്പസ് ബോക്സ്. ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇതാണ് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. ഇപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ടാൻ എ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ടാൻ എ, അത് ടാൻ ബി ആണ്. അത് വെയിറ്റ് ചെയ്യാം, നമുക്കിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് പോകാം കേട്ടോ. ടാൻ എ അറേഞ്ച്മെൻറ്റ്, ടാൻ എ അറേഞ്ച്മെൻറ്റ്, ടാൻ എ. ടാൻ എ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ കോമ്പസ് ബോക്സ് വെക്കുകയും ആ കോമ്പസ് ബോക്സിനെ മാഗ്നറ്റിക് നീഡിൽ ബി എച്ചിൻ്റെ ഡയറക്ഷനിൽ സെറ്റ് ചെയ്യണം. കോമ്പസ് ബോക്സിലെ മാഗ്നറ്റിക് നീഡിൽ ഇനീഷ്യലി ഏത് ഡയറക്ഷനിലായിരുന്നു? ബി എച്ചിൻ്റെ ഡയറക്ഷനിലായിരുന്നു. അതുകൊണ്ടോ ഇനീഷ്യലായിട്ടുള്ള പൊസിഷൻ ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ഹൊറിസോണ്ടലായ ഒരു ബോർഡ് എടുക്കുന്നു. ആ ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് പ്ലാറ്റ്ഫോം വെക്കുന്നു. ഒരു വുഡൻ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ സെൻട്രലായിട്ടൊരു കോമ്പസ് ബോക്സ് ഉണ്ട്. സെൻട്രൽ കോമ്പസ് ബോക്സ് ഉണ്ട്. ആ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എങ്ങനെ വരണം? മാഗ്നറ്റിക് മെറിഡിയനിൽ വരണം. അതായത് ബി എച്ചിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ക്ലിയർ ആയോ മൈ പോയിന്റ്? ദെൻ ആ വുഡൻ ആം, ഇതായി കാണുന്ന വുഡൻ ആം, അതിലാണ് നമ്മൾ ആരെ കൊടുന്ന് വയ്ക്കുന്നു? ഒരു അഡീഷണൽ ആയിട്ട് ഒരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്തു. മാഗ്നറ്റ് ഇതിൻ്റെ സൗത്ത് ഇവിടെ, നോർത്ത് ഇവിടെ. ഇതാ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആണ് കേട്ടോ. അങ്ങനെ വെച്ചു. അപ്പം നിങ്ങൾക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ വരാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ വരാം, ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വരാം. ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ലൈൻ ഈ പോയിന്റിൽ എങ്ങനെ വരും? നോക്കൂ, ഓൾറെഡി എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് അങ്ങോട്ടുണ്ട്. അതായത് കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിന് മുകളിൽ എർത്തിൻ്റെ ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവന്നു. അയാളും സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇയാളുടെ ആക്സിയൽ പോയിന്റ് അല്ലേ ഇത്? ആക്സിയൽ പോയിന്റിൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ മൊമെൻ്റ് എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ ഫീൽഡ് ഉണ്ടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്ററിലിരിക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് മാറും. ഇതാണ് നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ബി. ഇങ്ങോട്ട് ഓൾറെഡി ഉണ്ടായിരുന്നത് ആരാണ്? നിങ്ങൾ പറയൂ. ബി എച്ച്. ഇങ്ങോട്ടുള്ളത് ആരാ? ഇത് ആരുണ്ടാക്കിയ ഫീൽഡാണ്? ആ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡാണ് ബി. ഡ്യൂ ടു ആര്? ഡ്യൂ ടു ആര്? മാഗ്നറ്റ്. ഇപ്പം രണ്ട് ഫീൽഡാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന എർത്തിൻ്റെ ഫീൽഡ്. ഇങ്ങോട്ടുണ്ടാക്കി ഈ ഫീൽഡ് ആരുണ്ടാക്കിയതാണ്? നമ്മുടെ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തത്? ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും അത് ആക്സിയൽ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡും ഒരേ ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഈ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ദാ ഓൾറെഡി ഈ പൊസിഷനിൽ നിന്നിരുന്ന മാഗ്നറ്റിക് നീഡിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ടേൺ ആയിട്ടുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, അപ്പം നമുക്ക് സ്ഥിരം എഴുതുന്ന ഇക്വേഷൻ എഴുതാം. എന്തെഴുതാൻ പറ്റും? ബി ഈസ് ഈക്വൽ ടു, ഇത് നെറ്റ് ഫീൽഡാണേ, ഇതാ ബി ഈസ് ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ. ഇവിടെ ബി ആരാ? ബാർ മാഗ്നറ്റ് ആർ ഡിസ്റ്റൻസ് അകലുണ്ടാക്കുന്ന ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. എന്താ പഠിച്ചുള്ളത്? μ0/4π ഇൻറ്റു എന്ത് വരും? 2m ഡിവൈഡർ ബൈ ആർ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഉപയോഗിച്ച മാഗ്നറ്റ് ഏതാണോ അയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ പറ്റും. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസ് എടുക്കണം. നമ്മൾ ഈ ഡിസ്റ്റൻസ്, അതാണ് ആർ കേട്ടോ. ബി എച്ച് നമുക്ക് അറിയണം. ഓൾറെഡി നമുക്ക് ബി എച്ച് അറിഞ്ഞാലേ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം തന്നെ ഈ തീറ്റ ഉണ്ടല്ലോ, തീറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫീൽഡുമായിട്ട് ഈ പുതിയ പൊസിഷൻ ഓഫ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഉണ്ടായിരുന്ന ഫീൽഡ് ബി എച്ചും പിന്നെ ഈ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ബി, അതും പെർപെൻഡിക്കുലർ ആയാൽ മാത്രമേ നമുക്ക് ടാൻജൻറ്റിലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടാൻ എ പൊസിഷനാണ്. ടാൻ എ എന്ന് പറയുന്നത് ഈ ഫീൽഡിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ ടാൻ എ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു അറേഞ്ച്മെൻറ്റ് കൂടെ ഉണ്ട്, ടാൻ ബി അറേഞ്ച്മെൻറ്റ്. നീ ടാൻ ബി അറേഞ്ച്മെൻറ്റിൽ ചെയ്ത് നോക്കൂ. ദ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെയും സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിനെ എങ്ങനെ സെറ്റ് ചെയ്യണം? എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ സെറ്റ് ചെയ്യണം. സേ ഹൊറിസോണ്ടൽ ഫീൽഡ് ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചോളൂ, ബി എച്ച്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തു. ഈ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയല്ലേ കടന്നു പോവുക. അപ്പോൾ അത് ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ദാ ഇങ്ങോട്ട് നിൽക്കും. ആണ്ടോ മാഗ്നറ്റിക് നീഡിൽ ഷിഫ്റ്റ് ഒരു ടിൽറ്റി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഫീൽഡ് ഇങ്ങോട്ടാണ് ബി എച്ച്. ഈ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീൽഡ് ഇക്വറ്റോറിയൽ ലൈനിൽ ഇതാ ഇവിടേക്കാണ്. ഈ ആംഗിളാണ് ആര്? പുതിയ ആംഗിൾ തീറ്റ. അപ്പം നേരത്തെ എഴുതിയതുപോലെ തന്നെ വീണ്ടും എഴുതാം. എന്തെഴുതാം? ഇക്വേഷൻ പറയും നിങ്ങൾ. ബി ഈസ് ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ, ഓർ ബിക്ക് പകരം μ0/4π ഇൻറ്റു നിങ്ങൾ m/r ക്യൂബ് എന്ന് എഴുതാവൂ. എന്തുകൊണ്ടാണ് m/r ക്യൂബ്? ഇവിടെ നിങ്ങൾ ഈ ബാർ മാഗ്നറ്റിനെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് 2m/r ക്യൂബ് വന്നത്. ഇവിടെ നോക്കൂ, ഈ ബാർ മാഗ്നറ്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റ് അല്ലേ. ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം m/r ക്യൂബ് അല്ലേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു
BH tan θ. അങ്ങനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? M കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ tan B അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഈ രീതിയിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് tan A അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. tan B അറേഞ്ച്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം ഈ ബാർ മാഗ്നറ്റിൻ്റെ ഇക്വറ്റോറിയൽ പോയിൻ്റ് അത്. ഇവിടെ tan A അറേഞ്ച്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം ഈ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ പോയിൻ്റ് അത്. ഒരു കാര്യം മാത്രം മസ്റ്റാണ്. നിങ്ങൾ പുതിയ മാഗ്നറ്റിനെ കൊണ്ടുവരുമ്പോൾ ആ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന അൺനോൺ ഫീൽഡ് ഉണ്ടല്ലോ, അൺനോൺ ഫീൽഡ് അവിടെ ഓൾറെഡി ഉള്ള ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലറായി വന്നാൽ മാത്രമേ നമുക്ക് ടാൻജൻറ്റിലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റുകൾ പറഞ്ഞു തന്നു. ഏതൊക്കെയാണ്? ടാൻജൻറ്റ് ഗാൽവനോമീറ്ററും ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും. രണ്ടും ബേസ് ചെയ്തിരിക്കുന്നത് ടാൻജൻറ്റ് ലോയിൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ലോയിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പോൾ അടുത്ത 1-2 ക്ലാസ്സുകൾ കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാഗ്നറ്റിക് മാപ്പിംഗ് പഠിപ്പിച്ചു തരാം. മാഗ്നറ്റിക് മാപ്പിംഗ് അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു തരാം. നിങ്ങൾക്ക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ കുറച്ച് NCERT പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് അത്ര ടഫായ പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങളൊരു എൻട്രൻസ് ഓറിയൻറ്റഡ് ബുക്ക് വെച്ച് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റനും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പഠിപ്പിക്കാത്തത് ബാർ മാഗ്നറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ്സ് പഠിപ്പിച്ചിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മാപ്പിംഗ് എക്സ്പെരിമെൻറ്റ് പറയാനുണ്ട്, പിന്നെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.